ഇതാണ് കോൺഗ്രസിന്റെ തീപ്പൊരി നായകൻ കെ സുധാകരൻ. KPCC അധ്യക്ഷനായ കെ സുധാകരനെ പാർട്ടിക്കുള്ളിൽ ആർക്കാണ് ഭയമില്ലാത്തത്? കെ സുധാകരൻ അവകാശപ്പെടുന്നു വെച്ച് നോക്കിയാൽ മുഖ്യമന്ത്രി പിണറായി വിജയന് വരെ കെ സുധാകരനെ ഭയമാണ്. കാരണം കണ്ണൂരിലെ കെ സുധാകരൻ അറിയാവുന്ന കാര്യങ്ങൾ എപ്പോഴാണ് വിളിച്ചു പറയുകയെന്ന് കെ സുധാകരന് പോലും അറിയില്ലെന്നാണ് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ അടുത്തുള്ള വൃത്തങ്ങളും പറയുന്നത്. ഇപ്പോഴെന്താണ് സംഭവിച്ചത്? സംസ്ഥാന മുഖ്യമന്ത്രിമാരെ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ തമിഴ്നാട്ടിലേക്ക് ക്ഷണിച്ചിരുന്നു. ലോക്സഭ പുനർനിർണയവുമായി ബന്ധപ്പെട്ട തങ്ങളുടെ പ്രതിഷേധം കേന്ദ്ര സർക്കാരിനെ അറിയിക്കാനുള്ള യോഗത്തിൽ പങ്കെടുക്കാനായിട്ട്. ആ യോഗത്തിലേക്ക് കെ സുധാകരനും ക്ഷണമുണ്ടായിരുന്നു. പക്ഷേ ദൃശ്യങ്ങളിൽ ഒരിടത്തും കെ സുധാകരനെ കണ്ടതേയില്ല. കാരണം എന്താണ്? തൊട്ടു മുന്നിൽ സ്റ്റാലിൻ്റെ വലതുവശത്തായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കമ എന്നൊരക്ഷരം മുണ്ടാൻ കെ സുധാകരൻ തൽക്കാലത്തേക്ക് തയ്യാറായില്ല. ഇനി അഥവാ മിണ്ടുന്നുണ്ടെങ്കിൽ താൻ തമിഴ് ഭാഷയിൽ മാത്രമേ സംസാരിക്കൂ എന്ന് കേരളത്തിൽ വെച്ച് തന്നെ പ്രതിജ്ഞ എടുത്തിട്ടാണ് കെ സുധാകരൻ ചെന്നൈയിലേക്ക് പോയത്. ചെന്നൈയിലെ ഗിണ്ടിയിൽ വെച്ചായിരുന്നു യോഗത്തിന് ശേഷം എല്ലാവരും വേദി വിട്ടപാടെ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ, ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ എന്നിവരുമായി നിന്ന് ഒരു സെൽഫിയും എടുത്തിട്ടാണ് കെ സുധാകരൻ വേദി വിട്ടത്. കാരണം തിരികെ കേരളത്തിലെത്തുമ്പോൾ അണികളെ പറഞ്ഞു ബോധിപ്പിക്കണമല്ലോ താനും സ്റ്റാലിനൊപ്പം ഇടതുപക്ഷ കൂട്ടായ്മയ്ക്കൊപ്പം പങ്കുചേർന്നെന്ന്. ശരിക്കും അതൊരു ഇടതുപക്ഷ കൂട്ടായ്മ തന്നെയാണ്. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി വിളിച്ചേർത്ത യോഗമല്ലെങ്കിലും തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ BJP വിരുദ്ധ മുഖ്യമന്ത്രിമാരുടെയും കക്ഷി നേതാക്കളുടെയും യോഗം വിളിച്ചേർത്താണ്. ലോക്സഭാ മണ്ഡല പുനർനിർണയം 25 വർഷത്തെ കാലത്തേക്കെങ്കിലും മരവിപ്പിക്കണമെന്നാണ് സ്റ്റാലിൻ ആവശ്യപ്പെട്ടത്. ഈ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു കെ സുധാകരനും. നേരത്തെ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദി വിട്ട ശേഷം സ്റ്റാലിനുമൊത്തു നിന്നൊരു ഫോട്ടോയും എടുത്ത് കെ സുധാകരനും വേദി വിട്ടു. എങ്കിലും നിലപാടുകളിൽ ഒരു മാറ്റവുമില്ല. ഇനി അഥവാ സ്റ്റാലിൻ്റെ തീരുമാനങ്ങൾക്കനുസരിച്ച് സംസ്ഥാനത്ത് ഇടതു സർക്കാരും പിണറായി വിജയനും ലോക്സഭാ മണ്ഡല പുനർനിർണയം കുറേ വർഷത്തേക്കെങ്കിലും മരവിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അതിനെയും എതിർക്കും കെ സുധാകരൻ. കാരണം ഇത് കേരളമാണ്, വിഷയം കേരള രാഷ്ട്രീയമാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി എന്ത് പറഞ്ഞാലും അതിനെ എതിർക്കുക എന്നതല്ലാതെ മറ്റൊരു ലക്ഷ്യവുമില്ല സാക്ഷാൽ കെ സുധാകരന്. സ്റ്റാലിനുമൊത്തുള്ള കെ സുധാകരൻ്റെ ഫോട്ടോ കണ്ട കേരളത്തിലെ കോൺഗ്രസ് അണികൾ ആഘോഷിക്കുന്നുണ്ട്. തങ്ങളുടെ നേതാവ് സ്റ്റാലിനൊപ്പം വേദി പങ്കിട്ടുവെന്നും സ്റ്റാലിനൊപ്പം നിർണായകമായ ചർച്ചകൾ പങ്കെടുത്തുമൊക്കെ. സംഭവം ശരിയാണ്. MK സ്റ്റാലിനും മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കും ഒപ്പം നിന്ന് BJPക്കെതിരെ ശക്തമായ നിലപാടുകൾ തന്നെയാണ് യോഗമെടുത്തത്. പക്ഷേ ആ യോഗത്തിൽ എടുത്ത നിലപാടുകൾക്ക് കേരളത്തിൽ വന്ന് പ്രതിപക്ഷത്തെ മുതിർന്ന കക്ഷിയുടെ അധ്യക്ഷൻ നിലയിൽ പ്രഖ്യാപിക്കാനോ അതിന് അനുകൂലിച്ച് പ്രതികരിക്കാനോ ഒന്നും തൽക്കാലത്തേക്ക് കെ സുധാകരൻ തയ്യാറാകില്ല. കാരണം എന്ത് പറഞ്ഞാലും ഇവിടെ അത് CPMനും പിണറായി വിജയനും അനുകൂലമായി മാറുമോ എന്ന ഭീതി തന്നെ കാരണം. രാജ്യത്ത് ജനാധിപത്യവും ഫെഡറൽ സംവിധാനവും സംരക്ഷിക്കപ്പെടാൻ ലോക്സഭാ മണ്ഡല പുനർനിർണയം തൽക്കാലത്തേക്കെങ്കിലും 25 വർഷക്കാലത്തേക്ക് നിർത്തിവെക്കണമെന്നാണ് MK സ്റ്റാലിൻ ആവശ്യപ്പെട്ടത്. ഇതനുസരിച്ച് ഈ സംസ്ഥാനങ്ങളുടെ MPമാരുടെ സംഘം മോദിയെ നേരിൽ കണ്ട് സമ്മർദ്ദം ചെലുത്തും. പാർലമെന്റിൽ നിലവിലുള്ള MPമാരുടെ എണ്ണത്തിൽ മാറ്റമുണ്ടാകരുത് എന്നാണ് പ്രധാന ആവശ്യം. മണ്ഡല പുനർനിർണയം പാർലമെന്റിലെ പ്രാതിനിധ്യം കുറയുന്നതിന് കാരണമാകുമെന്ന് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നതെന്ന് വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ചൂണ്ടിക്കാട്ടി. ജനസംഖ്യാ നിയന്ത്രണ പദ്ധതികൾ വിജയകരമായി നടപ്പാക്കിയ സംസ്ഥാനങ്ങൾക്ക് ഏറെ തിരിച്ചടിയാകും ഈ തീരുമാനമെന്നും MK സ്റ്റാലിൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. നിയോജക മണ്ഡല പുനർവിഭജന വിഷയത്തിൽ വ്യക്തത വരുത്തേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ മാത്രം കടമയാണെന്നാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. മണ്ഡല പുനർനിർണയം ഡെമോക്രസിന്റെ വാളാണെന്നും ഭരണഘടനയും ജനാധിപത്യ നടപടിക്രമങ്ങളും പാലിക്കാതെ BJP സർക്കാർ പൊടുന്നനെ ഒരു തീരുമാനമെടുത്തത് രാജ്യത്തെ നശിപ്പിക്കാനാണെന്നുമാണ് മുഖ്യമന്ത്രി അവസാനിപ്പിച്ചത്. എന്തായാലും സ്റ്റാലിൻ്റെയും മറ്റ് മുഖ്യമന്ത്രിമാരുടെയും നീക്കത്തെ പിന്തുണയ്ക്കുന്നതായി അറിയിച്ചെങ്കിലും തൻ്റെ പ്രതിനിധി അയക്കാൻ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി തയ്യാറായില്ല. അതിൻ്റെ ചുവട് പിടിച്ചാകും കേരളത്തിൻ്റെ പ്രതിപക്ഷ പാർട്ടിയുടെ അധ്യക്ഷനായ കെ സുധാകരൻ പോലും ഇവിടെ വന്ന് ഇതേപ്പറ്റി ഒരു വിഷയവും പ്രതികരിക്കാത്തത്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.